കുരങ്ങന്റെ കയ്യിൽ ഇരിക്കുന്നടാ പൊട്ടറ്റോ ഫ്രൈ, കുഞ്ഞ് നൈസ് പൊറോട്ട കൈസ്. ഇതെന്താണ്? 2 കൊല്ലത്തോളം കൂടുതലായിട്ട് ഞാൻ മുടി ഇതേ ഹെയർ സ്റ്റൈലില്ല. അപ്പൊ എല്ലാവർക്കും കണ്ട് ബോറടിച്ചു. മുടി മൊത്തം വെട്ടുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് സങ്കടം വരുന്ന കേട്ടോ ഇങ്ങനെ വെട്ടിക്കളയുന്നു. അയ്യോ നിന്റെ അടുത്ത് ഞാൻ പോയപ്പോഴേ പറഞ്ഞില്ല ഇത്ര വെട്ടല്ലേന്ന്. ഇത്ര വെട്ടിയായിരുന്നോ? ഹേ ഗായ്സ്, ഇന്നലെ നമ്മുടെ ബർത്ത്ഡേയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മുടി വെട്ടാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. പ്രവീൺ ഇന്ന് ഫുള്ള് വെട്ടത്തില്ലേടാ, പണ്ടത്തെ പ്രവീൺ ആവും ഗൈസ് ഇല്ലേ? അത് പറ. അത് ആവും. അത് വേറെ പിന്നെ സൗണ്ട് ഒന്നും ഇല്ല ഗൈസ്, തൊള്ളയൊക്കെ പോയി. അപ്പോ ഈ പൂവിന്ന് ആർക്കെങ്കിലും കൊടുക്കണം സുഹൃത്തുക്കളെ. ഇന്ന് ആർക്ക് കൊടുക്കും? ഇത് ആർക്കെങ്കിലും കൊടുക്കാം. ഇന്ന് നമ്മള് പബ്ലിക് പ്രപ്പോസൽ ചെയ്യണേ. ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ, നീ അത് ചെയ്യണമെന്ന് പറഞ്ഞതാ. ഗായ്സ്, അപ്പൊ മുടി ഇന്ന് വെട്ടാൻ വേണ്ടി പോവാട്ടെ. ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തോളം കൂടുതലായിട്ട് ഞാൻ മുടി ഇതേ ഹെയർ സ്റ്റൈലില്ല. അപ്പൊ എല്ലാവർക്കും കണ്ട് ബോറടിച്ചു. കല്യാണത്തിന് ഞാൻ പണ്ടോട്ടേ കണ്ടിട്ട് ഞാനും ബോറടിച്ചു. അപ്പൊ കല്യാണത്തിന് ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ട് മുടി വെട്ടാന്ന്. മുടി ഇപ്പോഴേ വെട്ടിയാലേ കല്യാണം ആകുമ്പോഴത്തേന് സെറ്റ് ആവുന്നത്. അല്ലെങ്കിൽ കല്യാണം അടുപ്പിച്ച് പോയി വെട്ടി കഴിഞ്ഞ് ഒരുമാതിരി ഇരിക്കും. ഇല്ല സിനിമയ്ക്കകത്ത് ജയറാമിനെ പോലെ ഇരിക്കും. മുടി വെട്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഒരുമാതിരി ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ വെട്ടാന്ന് വിചാരിച്ചു. മുടി ഒരുപാട് വളർന്നു. നോക്ക്, ഭയങ്കരമായിട്ട് മുടി വളർന്നു. എന്തായാലും മുടി വെട്ടണം, എന്ന് വെട്ടാൻ വേണ്ടി പോകണം. അതെ, ആദ്യമേ കുറേശ്ശെ വെട്ടി വെക്കും, ഒരുമിച്ചങ്ങ് വെട്ടണ്ട. അതെ നമ്മൾ നടന്ന് എവിടെയാണ് പോകുന്നത് നിങ്ങൾ ചിന്തിച്ചില്ലേ? ഞങ്ങളുടെ വീട്ടിൽ വണ്ടി കയറ്റാൻ പറ്റത്തില്ല, ഗേറ്റിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതെ, വീട്ടിൽ ഗേറ്റിട്ട് അതുകൊണ്ട് തേച്ച് വൃത്തിയാക്കി വീട്ടില് പുറത്ത് പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടി ഒന്നും ഇടാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് നമ്മള് ഇവിടെയാണ് വണ്ടി ഇട്ടത്. നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ വണ്ടി? തന്നെ നമ്മൾ സർവീസ് ഒക്കെ ചെയ്ത് കുട്ടപ്പനൊക്കെ ഇട്ടൊക്കെയാണ്. വേറെ ലുക്കല്ലേ, നമുക്ക് അലവ് കയറ്റണം കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. അവളെടുത്ത ഷർട്ട്, അവളെടുത്ത പാൻസ്, കൊച്ചു എടുത്തുന്ന ഷൂസ്. ഇതാണ് കൊച്ചു എടുത്തുന്ന ഷൂസ്, അഡിഡാസ്. വേറെ ലുക്കല്ലേ. ഇത് വൈറ്റ് ഷർട്ട്, ബ്ലൂ ജീൻസ്, അഡിഡാസിന്റെ ഷൂസ്, പിന്നെ അപ്പൊ ഗൈസ്, നമ്മുടെ തമിഴ്നാട് ഫുഡ് അടിക്കാൻ പോയ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം തമിഴ്നാട് പോയത്. അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാൻ പോയി മുടി വെട്ടാൻ പോകട്ടെ സുഹൃത്തുക്കളെ, അല്ലേ? നമ്മൾ നേരെ ഇന്ന് തമിഴ്നാട് വിടാൻ വേണ്ടി പോവാണ്, ബോർഡർ ചിക്കൻ കഴിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ. നീ കഴിച്ചിട്ടുണ്ടല്ലോ ബോർഡർ ചിക്കൻ? നമ്മള് കഴിച്ചിട്ടുണ്ട്. വന്ന് ബോർഡർ ചിക്കൻ സാപ്പിടുற போறீங்கற என்னங்க தமிழ் கேட்டு இந்த பயல சிறுகிற என்ன பயல நீ சிரிப்பெல்லாம் வருது. இவன் என்னத்தை சொல்றது புரியவே இல்ல. മുതലയുടെ അച്ഛൻ തമിഴ്നാടാണ് അല്ലേ? അപ്പം മുതലേക്ക് തമിഴ് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം. തമിഴ്നാട് ഫുഡാ കേരള ഫുഡാ ഉനക്ക് ரொம்ப பிடிச்சது? பிடிச்சது எப்பவுமே கேரளா ஃபுட் தான். ஆனா தமிழ்நாடு ஃபுட்டும் பிடிக்கும். அது சாப்பிட்டா எனக்கு உடம்புக்கு ஒன்றும் ஆகாது. அப்ப നമ്മൾ சாப்பிட்டது உடம்பு നമ്മളെ ഓടുക കണ്ടപ്പോഴേ. ചിലർക്ക് കേരളത്തിലുള്ളവർക്ക് തമിഴ്നാട് ഫുഡ് പിടിക്കത്തില്ല. അതിലെ ഹോസ്റ്റലിൽ പോയവർ ഓടുന്നത് തിരിച്ച്. അത് വിരലിടാതെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്ടിലെ സാമ്പാർ. ഭയങ്കര അവരുടെ റൈസ്, ചിക്കൻ ഫ്രൈ, അത് കണക്കുള്ള സാധനമൊക്കെ ഭയങ്കര ഇഷ്ടം. അവരുടെ പൊറോട്ട അടിപൊളി പൊറോട്ട, ചെറിയ കോയിൻ പൊറോട്ട. പിന്നെ അവരുടെ റൈസ് ചെറിയ കുഞ്ഞരി, അവരുടെ രസം. പിന്നെ വേറെ വിഷയം എന്ന് വെച്ചാല് നമ്മള് മലയാളികളാണെന്ന് അറിയുമ്പോ ഒരു സ്പെഷ്യൽ റേറ്റാ. അത് മാത്രമല്ല ഒരു ചില ഷോപ്പുകളിൽ നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കത്തിയായിട്ട് റേറ്റ്. എല്ലായിടത്തും അത് തന്നെടാ. നമ്മളിപ്പം പിന്നെ ഫ്രൂട്ട്സ് മേടിക്കാനായാലും നമ്മള് മലയാളികളാണെന്ന് അറിയുമ്പോ വേറൊരു റേറ്റാ, അവിടെ ഉള്ളവർക്ക് വേറൊരു റേറ്റ്, നമുക്ക് വേറെ. പക്ഷെ നിങ്ങൾ തമിഴ്നാട് പീപ്പിൾസ്, നിങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ நாங்க அப்படி பண்றது இல்ல. எல்லாயிடத்தும் ஒரே பிரைஸ் தான். நீங்க தான் இப்படி பண்றது. அது பண்ண கூடாது. അത് തപ്പ്. ഒരു ദിവസം അമ്മയായിട്ട് അന്ന് പോയപ്പോഴേ, അന്ന് ഒരു വണ്ടി പുറത്തെടുത്ത് പാർക്ക് ചെയ്തു കേട്ടോ. അപ്പൊ ഒരു 10-60 വയസ്സുള്ള ഒരു പുള്ളി വന്നിട്ട്, ഇത് നമ്മുടെ ഊര്, ഇതെല്ലാം നമ്മുടെ പാടം, ഇങ്ങ പാർക്ക് ചെയ്യണമെങ്കിൽ 60 രൂപ വരണമെന്ന്. റോഡ് ഇട്ടേക്കുന്ന വണ്ടി 60 രൂപ, ആദ്യം 100 രൂപ വെച്ച് 100 അപ്പൊ അല്ല 80 ഇല്ല 60 ഉള്ളത് കൊടുക്കുമ്പോ 20 രൂപ കൊടുത്തിട്ട് അങ്ങനൊക്കെ വാങ്ങും ഗൈസ്. അങ്ങനെ നമ്മൾ തെന്മല എത്തി കേട്ടോ. നിന്റെ നാട്ടിലെത്തി. ഇത് ഏത് സ്ഥലമാണ്? ഡാം കാണാൻ പറ്റും. പൊട്ടറ്റോ ഫ്രൈ അയ്യോ ഗൈസ്, ഇവിടെ ഡിസ്പ്ലേ ഒക്കെ വെച്ച് എടുത്തോണ്ട് പോയേട്ടോ കള്ളന്മാർ. ഒറ്റയ്ക്ക് തിന്നുന്ന സെൽഫിഷ് മങ്കി. ദാതയാണോ? അതാ ശരിയാ, ഗുണ്ടയാണോ? ബാക്കി എല്ലാരും ഒരു പേടിച്ചിരിക്കുന്ന. ഈ പുളിമുട്ട കഴിച്ചിട്ടുണ്ടോ? പണ്ട് ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ ഇതായിരുന്നു. നമ്മളും കഴിച്ചിട്ടുണ്ട്. 50 പൈസ കിട്ടും.
ഇന്നത്തെ ഒരു കുരു ഉണ്ടല്ലോ ചവച്ച് പൊട്ടിച്ചഴിക്കാനുള്ള, എന്നിട്ട് അതിനകത്തൊരു സാധനമുണ്ട്. കല്ല് ചിടിച്ച് പൊട്ടി സ്കൂളിൽ പോകുമ്പോൾ ഇതാ പരിപാടി, കല്ല് ചിടിച്ച് പൊട്ടിച്ചിട്ട് അതിനകത്ത് നക്ലാച്ചിയായിട്ട് നക്ലാച്ചിയ. ഇത് ഒരു പൊട്ടിച്ചില്ല ഇങ്ങനെയൊക്കെ വെക്കുന്നത്, നല്ല കട്ടുണ്ടോ. ഓ ലുക്ക് അറ്റ് ദാറ്റ് ഗായ്സ്, ദാ റോഡിന്റെ നടുക്ക് മയില് നിൽക്കുന്ന കണ്ടോ സുഹൃത്തുക്കളെ. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തെന്മല ഡാമിന്റെ ആ ഒരു വ്യൂ കിട്ടും കേട്ടോ. ഷട്ടർ ക്ലോസ് ചെയ്തേക്കും ലൈക്ക്. പഴയ ടേസ്റ്റ് തന്നെ കേട്ടോ, പഴയ ടേസ്റ്റ് തന്നെ. പഴയ ടേസ്റ്റ് തന്നെ. എന്തുവാണ് ഈ എന്തിനാ വെച്ചാൽ ഉണ്ടാക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അതെ, ഇതും ഈ പാക്കറ്റ് കിട്ടണം. ചിലര് വേറെ പാക്കറ്റ് കിട്ടുന്നത് അത് സെയിം ടേസ്റ്റ് വരത്തില്ല. അതേ ടേസ്റ്റ്, അതേ ടേസ്റ്റ്, ഒരു മാറ്റമുണ്ട്. 50 പൈസ, ഇന്ന് 5 രൂപ. നമ്മള് വളർന്നെന്നുള്ളതിന് തെളിവ്. ഇതിനകത്ത് കുരുണ്ട്. ഈ സംഭവം എന്തോ വെച്ചാൽ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബില്ലോ. ഓ അടിപൊളി വ്യൂ ഗായ്സ്. നമ്മളങ്ങനെ തമിഴ്നാട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഈ റഹ്മത്ത് ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ള കട കയറി കഴിച്ചു. അവിടെ ആ സെയിം ടേസ്റ്റ് കിട്ടുന്നതന്നെ. ഇതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ആട്ടോ. എന്നിട്ട് ഇവിടെ ലൈവായിട്ടൊക്കെ എല്ലാവരും പൊറോട്ടയും കാര്യങ്ങളൊക്കെ അടിച്ചോണ്ടിരിക്കുന്നു. അയ്യോ ആട്ടുംകൂട്ടം. ആ പബ്ലിക്കലി തുറന്നു വെച്ചിട്ടേ ലൈറ്റ് ഒക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നില്ലേ. ഗ്രേവിയാണ് സ്പെഷ്യൽ. നമ്മുടെ ഈ പൊറോട്ടയുടെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കും കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം സുഹൃത്തുക്കളെ. ഇതെന്തുകൊണ്ടാ? കാടക്കോഴി. ഓ കുരുമുളകൊക്കെ ഇട്ട് നല്ല വരട്ടിയെടുത്ത ഐറ്റം കേട്ടോ. ഉച്ചങ്ങോട്ട് കാടക്കോഴി എങ്ങനെയുണ്ട്? എരിയുണ്ടല്ലേ? അതിന്റെ മുകളിൽ നല്ല കുരുമുളക് നല്ലോണം ഇട്ടിട്ടുണ്ട്. ഇത് കലക്കി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. നാടൻ കോഴി ലിവർ ഫ്രൈ. നല്ല സ്പൈസി, എല്ലാം നല്ല സ്പൈസി കൈസ്. നല്ല കുരുമുളക് ഇട്ടുണ്ട് എല്ലായിടത്തും. ഗൈസ് ഫുഡ് കഴിച്ച് ഇവിടെ എല്ലാണോ എരിയുന്ന ഭയങ്കര എരി ഗൈസ്. അയ്യോ ഇനി വീട്ടിൽ ചെല്ലുമ്പോഴാ പാട്. നല്ല എരിയുണ്ടല്ലേ? ആ കാട ഫ്രൈക്കും ആ മറ്റേ നമ്മുടെ ആ നാടൻ കോഴി ലിവർ ഫ്രൈക്കും നല്ല എരിയായിരുന്നു. ലിവർ ഫ്രൈ അത്ര പോരായിരുന്നു. അത്ര ലിവർ ഫ്രൈ അത്ര രസമില്ലായിരുന്നു. എനിക്കും അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഗായ്സ് അപ്പോൾ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. കൊച്ചു നീ മുടി വെട്ടുന്നില്ലടാ? ഞാനും മുടി വെട്ടുന്നു. കൊച്ചു മുടി വെട്ടി. ഇപ്പൊ മിക്കവാറും എല്ലാവരും വന്ന് പറയും മുടി വെട്ടണ്ടായിരുന്നു എന്ന് പറയും. മുടി വെട്ടി കഴിഞ്ഞിട്ടാ പറയത്തുള്ളത്. എന്തായാലും വെട്ടാൻ കഴിയും. ഒരു ചേഞ്ച് വേണ്ട ഇല്ലേ? മുടി മൊത്തം വെട്ടുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് സങ്കടം വരുന്ന കേട്ടോ ഇങ്ങനെ വെട്ടിക്കളയുന്നു. എത്ര നാൾക്ക് ശേഷമാണ് സുഹൃത്തുക്കളെ ഞാൻ മുടി വെട്ടുന്നത്. ചേഞ്ചായി ഒടുക്കത്തെ ചേഞ്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഫൈനൽ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. ഞാനും എങ്ങനെ ആവുമെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ഹേ ഗൈസ്, ഞങ്ങൾ ഹെയറൊക്കെ കട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ ഗൈസ്. സത്യത്തിൽ അവരെ കട്ടി തേഞ്ഞോന്ന് എനിക്കാണ് ഡൗട്ട്. സത്യത്തിൽ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. തലേന്ന് എന്തോ ഇറങ്ങിപ്പോയ പോലൊരു സമാധാനം ഗൈസ് ശരിക്കും. അപ്പോൾ ഗൈസ് നമുക്കിനി പ്രവീണിന്റെ കോലം എന്താണെന്ന് അറിയണ്ടേ? ഞാൻ ക്യാമറ തിരിക്കട്ടെ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. കല്യാണം കഴിഞ്ഞ് ഇനി നമുക്ക് മുടി വളർത്താലോ ഗൈസ്? അതെ ഇല്ലേ? അപ്പൊ എന്തായാലും കല്യാണത്തിന് നമ്മൾ ഈ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോവാം. അപ്പൊ ഷോർട്ട് ഹെയർ ആണോ ലോങ് ഹെയർ ആണോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് താഴെ കമന്റ് ചെയ്തോ. ശരിക്കും സുന്ദര കോമളനായിട്ടുണ്ട്, കിടിലമായിട്ടുണ്ട്. ഇവനാണെ ഒന്നും പറയുന്നുമില്ല. അതിൽ ഇവൻ പറഞ്ഞ് കൊള്ളാവെന്ന് വെച്ചപ്പോ ആളെ കൊള്ളാം. നിനക്ക് നല്ലൊരു ഇതുണ്ട് അവരെ കാണാൻ. നിന്റെ ആ ഈ സൈഡിൽ നിന്ന് നോക്കിയാണ് കിടില്ല. മയോലൊന്നും മുക്കാതെ ബീഫ് മാത്രം കഴിച്ചോളാം. എങ്ങനെയുണ്ട്? സൂപ്പർ സാധനം. കുറച്ച് എരിയുണ്ട്.
ഐ ലൈക്ക് ഇറ്റ്. നമ്മുടെ മയക്കകത്ത് നോക്കിയൊന്ന് കഴിച്ചു കേട്ടോ. റൈസും കൊണ്ടുവന്നോളാം. അപ്പൊ നമ്മള് മൃദുലയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് പിന്നെ അവളെ കണ്ടിട്ടില്ല. ഫോട്ടോ അയച്ചു കൊടുത്ത ഇല്ല, ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല. കൊച്ചു മുടി കെട്ടിയിട്ട് കണ്ടിട്ടില്ല. ഏട്ടാ ഇത്ര വെട്ടിയായിരുന്നോ? നീ വെട്ടിയോ? എടാ ഇത് ഭയങ്കര ചേഞ്ച് ആയി പോയി. ഇതിന് കോളേജിൽ പഠിക്കുമ്പോ ഇതിലും ഉണ്ടായിരുന്നു. ഇത് ഇത്രയായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുമല്ലേ? 10ാം ക്ലാസ്സിലെ കാണുമെന്ന് ഇങ്ങനെ വെട്ടി. ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുമെന്ന്. എനിക്ക് നല്ലപോലെ കാണാനും വയ്യ. പുറത്തിറങ്ങ ശരിക്കും മെലിഞ്ഞു പോയി. നീ എന്നെ ചേച്ചിയാന്ന് പറയും എല്ലാരും. നീലി പറഞ്ഞ മുടി വെട്ടായി. ശരിയാ, മുടി വളർത്തുമ്പോൾ എന്റെ മുഖം ഭയങ്കര വലുതായിരുന്നു. ഭയങ്കര മുടി വെട്ടിയപ്പോൾ അങ്ങ് ചെറുതായി. കാരണം അത്രയും മുടി അങ്ങ് പോയപ്പോൾ തലയ്ക്ക് ഭാരവും കുറഞ്ഞു കഴിച്ചു. ഇവിടെ ഒരാൾ എങ്ങനെയാണ് വെട്ടിയത്? ഞാൻ മാത്രം ഉള്ളപ്പോ ചേഞ്ച് ആവാത്ത കുറച്ചുകൂടെ ഹേ ഗായ്സ്, അപ്പൊ നമ്മള് വീട്ടിന്റെ അവിടുത്തെ മേലത്തെ വഴിയിലെത്തി സുഹൃത്തുക്കളെ. അമ്മയുടെ അച്ഛന്റെ റിയാക്ഷൻ നോക്കാം. കൊച്ചു ഞെട്ടൂടാ. നിന്നെ കണ്ടിട്ട് ചെലപ്പോ ഞെട്ടുമായിരിക്കും സുഹൃത്തുക്കളെ. എന്തായാലും നോക്കാം. എന്തായാലും അമ്മ ഈ കോലത്തിൽ തന്നെ കണ്ടിട്ട് കുറെ വർഷങ്ങളായി. അമ്മ ദേ എത്തി അമ്മയുടെ മോൻ. അയ്യോ, കൊച്ചു മുഖമായിരുന്നു. കൊറേ നാളായില്ലേ ഇങ്ങനെ കണ്ടിട്ട്. പണ്ടത്തെ മുഖം പോലെ ഇപ്പൊ അവനും ഇങ്ങനെ വെട്ടിയേ. അവനും ഇതുപോലെ വെട്ടിയത്. അപ്പൊ രണ്ടുപേർക്കുള്ള മുഖം ഒരു ഷേപ്പ് ആയി കാണും. ഇരട്ടെ ഒരു +2 പഠിക്കുമ്പോ ആ ഒരു ഇതല്ലേ പഴയ മുഖമായി അല്ലേ? നിന്റെ അടുത്ത് ഇത്രയും പറ്റ വെട്ടാരും പറഞ്ഞേ. മറ്റേതായിരുന്നു നല്ലത്. ഞാൻ അവന്റെ അടുത്ത് പോയപ്പോഴേ ഞാൻ പറഞ്ഞു അമ്മക്കൊക്കെ മുടി വളർത്തിയിട്ടോ ഇഷ്ടം. പക്ഷെ എനിക്ക് പക്ഷെ കൊച്ചുവിന് കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവന്റെതാ. എനിക്ക് അവരെ മുടി വളർത്തത് ഇഷ്ടം. വെട്ടിയാലേ ശരിയാവും. അറിയത്തില്ലേ കല്യാണത്തിന് അത് കഴിഞ്ഞ് വളർത്താലോ. നിന്റെ അടുത്ത് ഞാൻ പോയപ്പോഴേ പറഞ്ഞില്ല ഇത്ര വെട്ടല്ലേ എന്ന്. കുഴപ്പമൊന്നുമില്ലടാ, കുറച്ച് ഏജ് കുറഞ്ഞ കണക്ക് ഫീൽ ചെയ്യുന്നില്ലേ? കൊച്ചിങ്ങൾ എവിടെയോ പോയിട്ട് എന്തോ പറ്റിയ കൊച്ചിനെ പോലെ വന്ന് തടവിയൊക്കെ നോക്കുന്നു. നല്ലതുണ്ട്, രസമുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് കണ്ടോണ്ട് ഇത്ര നാൾ ഇങ്ങനെ മറ്റേത് കണ്ടോണ്ടിട്ട് ഇപ്പൊ ഒരു പെട്ടെന്ന് ഇത് പൂജ വേറെ ആർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു പോയതാ. പക്ഷെ അമ്മയെക്കാട്ടി സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികളെ ആ ഫ്രിഡ്ജിനകത്തോട്ട് കയറിയില്ലടാ. യവന് നല്ല നല്ല ഇതാ ഏറ്റവും ഇഷ്ടം. ഞാൻ കൊച്ചിനടുത്ത് എപ്പോഴും പറയും മുഖം ഈ മുടി ഇങ്ങനെ ഇട്ടേക്കുന്ന അവന്റെ ഒതുങ്ങാത്ത മുടി. നിന്റെ മുടി ഇത്രയും വെട്ടിയത് എനിക്ക് വിഷമമായി. ഞാൻ എന്തായാലും കല്യാണം കഴിഞ്ഞ് മുടി വളർത്തും കേട്ടോ. ബാക്ക് ടു ഞാൻ പഴയ നീയാണോ നല്ലത്? എനിക്ക് ഇവന്റെ ഇഷ്ടപ്പെട്ട മുടി. എന്ത് മുടി ഉണ്ടായിരുന്നറിയോ? സത്യം, ഇനി എത്ര നാള് വരണമെന്നറിയോ അത്രയും മുടി വളരാൻ. ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ കുലുക്കുമായിരുന്നു. ഞാൻ എന്തിട്ട് കുലുക്കും ഞാൻ. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പന്മാരായതാണ് എന്റെ ഒരു ഇത് ഗൈസ്. ഇനി അമ്മയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മേക്ക് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. എനിക്ക് ഹെയർ ഒക്കെ നല്ലതാക്കണം. അമ്മയ്ക്ക് ഹെയർ ഒക്കെ അച്ഛനെന്തെങ്കിലും ഒന്നും ചെയ്യണം ഞാൻ വെറുതെ വിട്ടാ മതി തന്നെ. അപ്പൊ അത്രയുള്ള സുഹൃത്തുക്കളെ, ഇനി നമ്മുടെ ഷോപ്പിംഗും പരിപാടിയും ബാക്കി കാര്യങ്ങളും തിരക്കുകളും ഗോൾഡ് പർച്ചേസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് തിരക്കുകൾ ബാക്ക് ടു ബാക്ക് വരുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ബ്രെഡ് കാണുന്നവരെ ബൈ.
തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറി നട്ടിട്ടുണ്ട്. അതാണിത്. എനിക്ക് വിറയ്ക്കുന്നത്. കല്യാണം ഒരു ദിവസം പാർക്ക് ചെയ്ത് നോക്കി ഗൈസ് പോയി.